പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് അതിൽ നീ വിശ്വസിക്കണം. എന്തിൽ വിശ്വസിക്കണം? കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിക്കണം. പോസ്റ്റ് ഓപ്പറേഷനിൽ മാത്രമല്ല, നിന്റെ വെന്റിലേറ്ററിലും നിന്നെ കർത്താവ് കൈവിടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിലെ വിശ്വാസം ഇങ്ങനെ ആകാശം പോലെയാണ്, അതിന് അറുതിയില്ല. ചക്രവാളങ്ങളും നമ്മൾ കാണുമ്പോൾ ഈ മെഹമേലാപ്പില്ലേ, നമ്മൾ മെഹമേലാപ്പിലേക്ക് ചെല്ലുമ്പോൾ ഈ 35,000 അടിയൊക്കെ വിമാനത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ, നിങ്ങളിപ്പോൾ കേരളത്തിലുള്ള മിക്കവരും വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. ആ 35,000 അടി മുകളിലോട്ട് പോകുമ്പോൾ പിന്നെയും നമ്മൾ മേലോട്ട് നോക്കുമ്പോൾ ആകാശം പിന്നെയും പോയി കിടക്കണ കാണാം അല്ലേ? താഴെയും ആകാശം കാണാം. നമ്മൾ കാണുന്ന ആകാശം താഴെ കാണും മേഘങ്ങളെ, മുകളിൽ വേറെ ആകാശം കാണും. ഇതുപോലെയാണ് വിശ്വാസത്തിൻ്റെ അവസ്ഥ. വിശ്വാസം ഓരോരുത്തരും ചെന്ന് അവസാനിക്കത്തില്ല, അത് വിശ്വാസം അനന്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോ പാഠങ്ങളിലൂടെയാണ് നീ ദൈവത്തിൻ്റെ വാക്കിലങ്ങ് വിശ്വസിക്കണം. നിൻ്റെ വെന്റിലേറ്ററിലും ഐസിയുവിലും നിന്നെ അനാഥമായി വിടത്തില്ലെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആ വാക്കിന് മാറ്റമില്ലെന്ന് കൂടി നീ വിശ്വസിക്കണം. എന്താണ് അവൻ പറഞ്ഞത്? ആകാശം കടന്നു പോകും, ഭൂമിയും കടന്നു പോകും, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾക്ക് മാറ്റം വരത്തില്ല. കൈയടിച്ച് കർത്താവ് 21:36 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞു വരണത് ബൈബിളിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ദൈവം നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? തൻ്റെ പ്രസൻസ് ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. എന്തൊക്കെയാണ് പറയണമെന്നറിയാവോ? നിൻ്റെ വേദനയുടെ കാലത്താണ് കർത്താവിൻ്റെ സാന്നിധ്യം കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്നാ പറഞ്ഞത്? ചിലപ്പോൾ നിനക്ക് ഫീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല, കർത്താവിന് പോലും ഫീൽ ചെയ്തില്ല എന്നല്ല പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ജ്ഞാനവരത്താ പറഞ്ഞു, ജീസസ് ദ ഫാദർ ഈസ് വിത്ത് യു, പ്ലീസ് കമാൻഡ് ബൈ യുവർ സ്പിരിറ്റ്. നീ അപ്പാ നിൻ്റെ കൂടെ ഉണ്ട് ഈശോ, ഇനി ഒന്നും പറയണ്ട, നീ കമൻറ്റ് ചെയ്താൽ മതിയെന്ന്. മക്കളെ, നിൻ്റെ വേദനയോ നിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള നിൻ്റെ സങ്കട സാഹചര്യങ്ങളെയോ സങ്കടപ്പെടുന്ന വ്യക്തികളെയോ നീ ദൈവത്തിന് ഈ നോൻപ് കാലത്ത് സ്നേഹത്തോടെ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നീ സമർപ്പിക്കണം. എന്താ കഴിയുന്ന പറയുക? അപ്പോഴാണ് കർത്താവിൻ്റെ കരുത്തറിയണത്. ഒരു പക്ഷേ കർത്താവിനെ കാണിച്ചുകൊണ്ട് അപ്പ ഭൂമി പിളർത്തത്തില്ല, ദേവാലയത്തിൻ്റെ തിരശ്ശീല കീറത്തുമില്ല. പക്ഷേ അപ്പ എപ്പോഴായാലും അത് കീറിയിരിക്കും, എപ്പോഴായാലും അപ്പ അത് പിളർത്തിയിരിക്കും. കർത്താവ് ഉയർത്തെഴുന്നേൽക്കണത് എൻ്റെ മുന്നാസ്വാദനമായിട്ട് നടന്നിട്ടുള്ള കുഴിമാടങ്ങൾ തുറക്കല് കർത്താവിൻ്റെ കണ്ണടയും മുമ്പ് കർത്താവിനെ കാണിച്ചില്ല അപ്പ. പക്ഷേ അപ്പ അത് ചെയ്തിരുന്ന അപ്പയുടെ വാക്കിൻ്റെ പ്രത്യേകത അതാണ്, വാഗ്ദാനത്തിൻ്റെ. അപ്പ അത് പാലിച്ചിരിക്കും. ഒരു പക്ഷെ നിനക്കത് കാണണമെന്നോ നിനക്കത് അനുഭവിക്കണമെന്നോ എല്ലാ കാര്യങ്ങൾക്കും നിർബന്ധമില്ലെങ്കിലും ദൈവവേദന നിന്റെ അനുഭവത്തിൻ്റെയും കാഴ്ചയുടെയും കേൾവിയുടെയും ഒക്കെ അപ്പുറത്ത് ദൈവത്തിൻ്റെ വചനം പാലിക്കപ്പെടുന്നുണ്ട്. കൈ അടിച്ചു കടത്താണ്. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ
നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനിലൂടെ ഈശോ എന്നാ ഇങ്ങനെ പറഞ്ഞെന്നറിയാവോ? ഇപ്പോഴേ നിങ്ങൾ ഏത് സാഹചര്യത്തിലും നിങ്ങളെ വിട്ടുപിരിയാതെ ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഏത് സാഹചര്യത്തിലും എന്നെ വിട്ടുപിരിയാത്ത ദൈവത്തെ സ്നേഹിക്കാനും എന്നെ സഹായിക്കണമേ. നമുക്ക് ദൈവത്തെ പലതരത്തിൽ തള്ളിപ്പറയാൻ പറ്റുകയെ. ആ ചേച്ചിയുടെ വർത്തമാനം ഒരു തള്ളിപ്പറച്ചിലായിരുന്നു. അതാണിപ്പോൾ ഈശോ ഇത്രയും സംസാരിക്കാൻ കാരണം. ഞാൻ 41 കൊല്ലം കർത്താവിൻ്റെ കൂടെ നടന്നിട്ടും എനിക്കിങ്ങനെ ഇപ്പോഴിത് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞില്ലേ, അത് അക്ഷരാർത്ഥത്തിലൊരു തള്ളിപ്പറച്ചിലാണ്. ദൈവത്തെ തള്ളിപ്പറയുമ്പോൾ സൂക്ഷിക്കണം. ഇപ്പം നീ നിൻ്റെ അപ്പനെ തള്ളിപ്പറയും, ചിലപ്പോൾ അമ്മയെ തള്ളിപ്പറയും. ഇപ്പം അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സങ്കടം ഉണ്ടാകും നിങ്ങൾക്ക്, ഇല്ലേ? എന്നാലും മരിക്കും എന്നുള്ള ഉറപ്പാണ്. ദൈവത്തിന് മരണമില്ലല്ലോ, അതാണ് പ്രശ്നം. നിങ്ങളെ ഭൂമിയിൽ ആരെ തള്ളി പറഞ്ഞാലും കുറേ കാലത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അവർ പിരിഞ്ഞു പോകും, നമ്മളെ പിരിഞ്ഞു പോകും. പക്ഷേ ഈ പിരിഞ്ഞു പോകാത്തവരെ തള്ളിപ്പറയുമ്പോൾ സൂക്ഷിക്കണം. കാര്യം നമ്മൾ 41 കൊല്ലത്തെ വിശ്വാസം. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ അത് മിഥുൻ കൃഷ്ണ, അപ്പം അങ്ങനെ കുഞ്ഞിനെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എഴുത്ത് തുടങ്ങിച്ചിരുന്നു. അതിപ്പോൾ ഇത് 3-ാം പ്രാവശ്യം പറയണത്. ഇപ്പം ബൈ ചാൻസായിട്ട് ഇപ്പോൾ പറയണതാണ്. കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച മിഥുൻ കൃഷ്ണനെ എഴുത്ത് തുടങ്ങിച്ച്. അപ്പോൾ കുഞ്ഞിൻ്റെ മാതാപിതാക്കന്മാർ മിഥുൻ കൃഷ്ണനെ എൻ്റെ മടി കൊണ്ടുവന്ന് വെക്കുമ്പോൾ എഴുത്ത് തുടങ്ങിക്കുന്ന മുമ്പ് എന്നോട് പറഞ്ഞത്, അച്ഛാ നമ്മുടെ ആൾക്കാരെ നിന്ന് അമ്മ തന്നതാണെന്ന് പറഞ്ഞ്, ഈ മിഥുൻ കൃഷ്ണനെ അമ്മ തന്നതാണെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് എപ്പോഴാണ് കിട്ടിയെന്ന് ചോദിച്ചു. പറഞ്ഞു ഞങ്ങളാണച്ചാ ഇവിടുത്തെ ആദ്യത്തെ ഉടമ്പടിക്കാരെന്ന്. അപ്പം അന്ന് ആ ഉടമ്പടി 16 തുടങ്ങുമ്പോഴേ 5 ഉടമ്പടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം. 5 ആൾക്കാർക്ക് അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ല. എന്നോട് അമ്മ ആദ്യം എഗ്രിമെൻ്റ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നോടല്ല പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ വിജയകുമാർ സാറോട് പറഞ്ഞു. വിജയകുമാർ സാറേ എന്നോട് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ എന്തോ ഒരു സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ 48ാമത്തെ കൊന്തയ്ക്കാണ് ഇത് പറയണത്. ഇവിടെ നടന്നിരിക്കുന്ന ഓരോ കാര്യവും 2003 അഖണ്ഡ ജപമാല ഉൾപ്പെടെ 2011 ഹോസ്പിറ്റൽ മിഷൻ ഉൾപ്പെടെ ഈ ശുശ്രൂഷാലയത്തിൻ്റെ വളർച്ചയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ജപമാലയുടെ സമയത്താണ് വെളിപ്പെട്ട് വരണത്. അതുകൊണ്ട് അമ്മയാണ് ഇതിൻ്റെ അധ്യക്ഷ. അത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് അമ്മ എന്നാ പറഞ്ഞാലും പെടല് പോയാലും നമ്മളെ ചെയ്യും. അമ്മയ്ക്കറിയാൻ ചെയ്യുമെന്ന്. 2004 സമയഘടികാരം നെഞ്ചി ചാർത്തിക്കൊണ്ട് എന്നെ പുറകെ വന്ന് നിന്നിട്ട് എന്നോട് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി കണ്ട് പേടിച്ചു പോയി. അപ്പോൾ ഞാൻ അമ്മ നിൽക്കുന്ന സമയഘടികാരം നെഞ്ചി ചാർത്തുന്നത് 10:08 സൂചി കാണിക്കണം, എന്തോ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തന്നെയില്ല. അന്ന് ഞങ്ങൾ 110 തിരി, 1/2 കിലോ 110 തിരി വാങ്ങിച്ച്, ഇന്ന് നിങ്ങളുടെ കയ്യിലൊക്കെ പച്ചത്തിരി ഇരിപ്പില്ലേ, അന്ന് കൊടുത്ത തിരിയാണ്, പച്ചത്തിരി ഫോളോ ചെയ്യുകയാണ് ശരിക്കും. ചില അച്ഛന്മാർ ചോദിക്കും പച്ചത്തിരിയോ നീലത്തിരിയോ എന്താ നിറം വെച്ച് കളിക്കണം. നിറം വെച്ച് കളിക്കുകയില്ല. നിറം എന്താണ്? ഐ വിൽ ഗീവ് എ ഗ്രീനറി എർത്ത്, ഞാൻ നിങ്ങൾക്ക് പച്ചപുതച്ച ഒരു ഭൂമി അവകാശമായി നൽകുന്നത് പോലെ തന്നെ ഈ വാഗ്ദാനങ്ങൾ നിന്നോട് പാലിക്കുമെന്ന് 6:9 ഉൽപ്പത്തി പറയുന്നുണ്ട്. പച്ച അഭിവൃദ്ധിയുടെയും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെയും കളറാണ്. നീല എന്താണ്? വാഗ്ദാന പേടകം മൂടിയിടാൻ പറഞ്ഞത് എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള വാഗ്ദാന പേടകം, മന്ന അപ്പം, അഹറോൻ്റെ പൂത്ത വടികളെ
മോസസിൻ്റെ എഴുതി കൊടുത്ത ദൈവം എഴുതി കൊടുത്ത കൽപ്പനകൾ അത് ഉള്ളടക്കം സ്വർണ്ണപ്പേടകമായ വാഗ്ദാന പേടകം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കവർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നീലത്തുണി കൊണ്ടാണ്. സ്വർഗത്തിൻ്റെ കളറാണത്. അതാണ് നീലത്തിരി വന്നിരിക്കുന്നത്. ഉടമ്പടിയുടെ ഓരോ അംശങ്ങളും കർത്താവിൻ്റെ വചനത്തിലുള്ളത് അരിച്ചും കുണിച്ചും വെച്ചിരിക്കുക. അരിച്ചും കുണിച്ചും. അതുകൊണ്ട് അതൊക്കെ കത്തിക്കുമ്പോൾ, പച്ച കത്തിക്കുമ്പോൾ ഓർക്കണം, നിങ്ങൾക്കും ദൈവം നോക്കിന് കൊടുത്ത പോലെ പ്രളയത്തിൽ ചീഞ്ഞു പോയ ഭൂമിക്ക് പകരം ഒരു പച്ച പുതച്ചൊരു ഭൂമി, ഒരു അഭിവൃദ്ധിയുടെ ജീവിതം, ഒരു ജോലിയും വിവാഹവും കുഞ്ഞുങ്ങളുമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് തരും, ദൈവം തരും. എന്ത് നഷ്ടപ്പെട്ടാലും ദൈവം അത് റീഫണ്ട് ചെയ്യും. കൈ അടിച്ച് കർത്താൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും ഈ അൾത്താരയിൽ ഞങ്ങളെ ഇന്ന് നിർത്താൻ ഇടയാക്കിയതിനെ ഓർത്ത് ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് സോണിയ, ഇതെൻ്റെ ഭർത്താവ് അഗസ്റ്റിൻ, ഇത് ഞങ്ങളുടെ മകൻ ആദം. ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് 16/4/2022 ഞാൻ ഉടമ്പടി എടുക്കാനായിട്ടുണ്ടായ പ്രധാന സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ട് എനിക്ക് മക്കളില്ലായിരുന്നു. ആ 1 വർഷത്തിനിടയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ 2 ഓവറിയിൽ എൻഡോമെട്രിയം സിസ്റ്റാണ്. എൻഡോമെട്രിയം സിസ്റ്റിൻ്റെ പ്രത്യേകത, അത് കുഞ്ഞുങ്ങളുണ്ടാവാനായിട്ട് 1% പോലും ചാൻസ് അതിനില്ല. അതുമാത്രമല്ല, വിവാഹത്തിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 പ്രശ്നങ്ങളും കൊണ്ട് എനിക്കൊരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. വളരെ വേദനയോടെയാണ് അതറിഞ്ഞത്. അതറിഞ്ഞ സമയത്ത് വളരെ വിഷമത്തോടെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നു, ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ നിയോഗം അതായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഈ നടക്കൽ വന്നിരുന്നിട്ട് പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞു, മാതാവേ, എന്നെ ഒരു അമ്മയും എൻ്റെ ഭർത്താവിനെ ഒരു അപ്പനുമാക്കി മാറ്റണമേ. അടുത്ത വർഷം എൻ്റെ കയ്യിൽ ഈ സമയത്തൊരു കുഞ്ഞുണ്ടായിരിക്കണേ മാതാവേ എന്നും പറഞ്ഞ് ഞാൻ ഇവിടുന്ന് വലിയ വായിൽ കരഞ്ഞു. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കരഞ്ഞ് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച് അത്രയും വേദനയോടെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ സമയത്ത് ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. തൈലം എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അങ്ങനെ കടന്നുപോയി. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ കൃത്യം 1 മാസം തികയുന്ന അന്ന് എനിക്ക് വെളുപ്പിനെ ആയപ്പോഴത്തേക്ക് അതികഠിനമായ വയറുവേദന തുടങ്ങി. ആ വയറുവേദന, ഛർദിൽ, തലകറക്കം, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രത്തോളം ഭയങ്കരമായിരുന്നു ആ വേദന. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഇൻഫ്ലമേറ്റീവ് അപ്പൻഡിസൈറ്റിസ് എന്ന് ഡോക്ടർ പറഞ്ഞു. അത് ഇൻഫ്ലമേഷൻ ആയിട്ടുണ്ടായിരുന്നു. അത് പൊട്ടുന്നൊരവസ്ഥ നിൽക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കുമെന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. ആ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതല്ലേ, എന്നിട്ട് എനിക്കെന്താ ഇപ്പോൾ ഈ ഓപ്പറേഷൻ വന്നത്? അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാണ് വിഷമിക്കുന്നത്, നിൻ്റെ കൂടെ മാതാവില്ലേ, മാതാവ് നമ്മുടെ നന്മയ്ക്കായിട്ടല്ലേ എല്ലാം ചെയ്യത്തോളൂ എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. ഹോസ്പിറ്റലിൽ ചെന്ന 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ സർജറി കഴിഞ്ഞു. ഞാൻ റൂമിലേക്ക് വന്നു. റൂമിൽ റൗണ്ട്സിന് ഡോക്ടർ എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞത് അപ്പൻഡിക്സ് മൊത്തം പഴുപ്പായിരുന്നു. അത് എന്തുകൊണ്ടാണ് പൊട്ടാഞ്ഞതെന്ന് ഡോക്ടർക്ക് അത്ഭുതമായിരുന്നു. കാരണം അത്രയും ഒരു ഇൻഫ്ലമേഷൻ ആയിപ്പോയത് ഫുള്ളായിട്ട്. അപ്പോഴും ഞങ്ങൾക്കൊരു കാര്യം ബോധ്യമായി, ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എൻ്റെ വയറ്റിലിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അത് പൊട്ടാനത്, അല്ലെങ്കിൽ അത് വയറ്റിൽ തന്നെ പൊട്ടി അതെൻ്റെ ജീവന് ഒരു ആപത്താകുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് 5-ാമത്തെ ദിവസം എനിക്ക് വീണ്ടും തലകറക്കും ഛർദിലും തുടങ്ങി. അപ്പോഴെനിക്ക് എന്താണെന്ന് അറിയത്തില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ശരീരത്തിന് വിറയൽ തുടങ്ങി. എനിക്ക് എന്താണെന്ന് അറിയാൻ വയ്യ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എല്ലാ ടെസ്റ്റും ചെയ്തതിന് ശേഷം ഡോക്ടർ എന്തൊരു ഡൗട്ടിൻ്റെ പുറത്ത് മാത്രം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പ്രഗ്നൻസി എനിക്ക് പോസിറ്റീവായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല. മാതാവ് എനിക്ക് അത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ ഉടമ്പടി നിയോഗം സാധിച്ചു തന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഡോക്ടർ പക്ഷേ വലിയ സന്തോഷമൊന്നും കാണിച്ചില്ല. ഡോക്ടർ ഞങ്ങളെ പെട്ടെന്ന് തന്നെ ഗൈനക്കിൻ്റെ അടുത്തേക്ക് വിട്ടു. ഗൈനക്ക് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു,
കുഞ്ഞിന് 3 ആഴ്ച വളർച്ച ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ രണ്ടുപേരും സന്തോഷിച്ചു. കാരണം എനിക്ക് ഓപ്പറേഷൻ നടക്കുന്നത് മെയ് 15-നാണ് എൻ്റെ ഓപ്പറേഷൻ നടന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഏപ്രിൽ 16-നാണ്. അപ്പോൾ ഉടമ്പടി എടുത്ത അതേ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. കാരണം കുഞ്ഞിന് 3 ആഴ്ച വളർച്ച ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് കുഞ്ഞിനെ വേണമെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഡോക്ടർ അങ്ങനെ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു കുഞ്ഞിനെ വേണം, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഉറപ്പായിട്ടും വേണമെന്നുള്ള തീരുമാനത്തിൽ തന്നെ ഇരുന്നു. ഡോക്ടർ പറഞ്ഞു ഒരുപാട് കോൺസിക്വേഷൻസ് ഉണ്ട്, അനസ്തേഷ്യ തന്നതാണ്, ഒരിക്കലും പ്രഗ്നൻസി ഉണ്ടെന്ന് അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഓപ്പറേഷന് മുമ്പ് അത് വേണ്ടെന്ന് വെച്ചിട്ടേ അത് ഓപ്പറേഷനിലേക്ക് കടക്കത്തുള്ളായിരുന്നെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് വിഷമം തോന്നിയെങ്കിലും എനിക്ക് മാതാവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണം, എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ച് മുന്നോട്ട് പോയി. എൻ്റെ പ്രഗ്നൻസിയുടെ കാലയളവിലെല്ലാം ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഡെലിവറി ടൈം വന്നു. ഡെലിവറി 7-ാം മാസത്തിൽ എൻ്റെ വീട്ടിൽ പോയി. എൻ്റെ വീട് കൊല്ലത്താണ്. അവിടെ പോയി ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ആദ്യമേ എന്നോട് ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് ഈ പ്രഗ്നൻസി ആയിട്ട് മുന്നോട്ട് പോയതെന്ന് ചോദിച്ചു. നിങ്ങളോട് ഡോക്ടറൊന്നും പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ എന്നിട്ട് ചോദിച്ചു എന്താ ഡോക്ടർ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, അല്ല ഇങ്ങനെ അനസ്തേഷ്യൊക്കെ തന്ന് ആ സമയത്ത് ഒരു ചെറുതല്ലായിരുന്നോ, അത് കളയേണ്ടതായിരുന്നു, അതായിരുന്നു നല്ലത്. ഇതിപ്പോൾ എങ്ങനെയായിരിക്കും, കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. വളരെയേറെ വിഷമമായി ഞങ്ങൾക്ക് അങ്ങനെ ആ ഡോക്ടറും കൂടെ പറഞ്ഞപ്പം. പക്ഷെ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഞാൻ ഉടമ്പടി എടുത്തതാണ്, എനിക്ക് ഉടമ്പടി മാതാവ് തന്നതാണ് ഈ കുഞ്ഞിനെ, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രഗ്നൻസി ആയിട്ട് മുന്നോട്ട് പോയതെന്ന് പറഞ്ഞു. പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഹൈ BP ആയി. ഡെലിവറി സമയത്ത് എനിക്ക് ഹൈ BP ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു BP കൂടുന്നത് കൊണ്ട് ഒരിക്കലും നോർമൽ ഡെലിവറി നടക്കില്ല എന്ന് പറഞ്ഞു. അതും എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസേറിയൻ എന്ന് പറയുമ്പം എനിക്കത് പേടിയുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് നോർമൽ ഡെലിവറി തന്നെ തരണേ, സിസേറിയനിലേക്ക് എന്നെ കൊണ്ടുപോകരുതേ, എനിക്കത് പേടിയാണ് മാതാവേ എന്ന് പറഞ്ഞു. അങ്ങനെ ലേബർ റൂമിൽ കയറ്റിയ സമയത്തും ഞാൻ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രാർത്ഥനാ പുസ്തകം എൻ്റെ വയറ്റിൽ വെക്കുകയും ചെയ്തു. എൻ്റെ കൂടെ എൻ്റെ ഡെലിവറിക്കായിട്ട് നിന്ന നേഴ്സുമാരിൽ 3 പേർ ഉടമ്പടി എടുത്തവരായിരുന്നു. അവരെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. രാവിലെ 8 മണിക്ക് പെയിൻ വരാനുള്ള മരുന്നിട്ടിട്ട് എനിക്ക് ഡെലിവറി ആകുന്നില്ല. എൻ്റെ കൂടെയുള്ള 2-3 പേര് ഡെലിവറി കഴിഞ്ഞ് പോയിട്ടും എനിക്ക് മാത്രം ഡെലിവറി ആകുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഈ കുഞ്ഞിനെ ഇവിടുന്ന് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് അമ്മയുടെ നടയിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ടേ പോകത്തുള്ളൂ, അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് അമ്മയെ കാണിച്ചിട്ടേ ഞാൻ കൊണ്ടുപോകത്തുള്ളൂ, എനിക്ക് കുഞ്ഞിനെ ആരോഗ്യത്തോടെ തരണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. വൈകിട്ട് 5:30 ആയപ്പോൾ ഞാൻ പ്രസവിച്ചു. മോനായിരുന്നു. ഒരു കുഴപ്പമില്ലാത്ത മോനെ എനിക്ക് മാതാവ് നോർമൽ ഡെലിവറിക്കൂടെ നൽകി അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഭർത്താവിന് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് 1 വർഷത്തിലധികമായിട്ട് കഴുത്തിന് വേദന ഉണ്ടായിരുന്നു. കഴുത്തിൽ നിന്ന് മുതുകിലേക്ക് പരക്കുന്നൊരു വേദനയായിരുന്നു. MRI സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ കഴുത്തിൻ്റെ D7 ഡിസ്ക് ബഡ്ജായിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എന്നിട്ട് ആ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇത് സർജറി ചെയ്താലും നേരെ ആവില്ല, ഡിസ്കിൻ്റെ പ്രശ്നം ഇത് വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് എൻ്റെ 2ാമത്തെ നിയോഗത്തിൽ അതാണ് സമർപ്പിച്ചത്. മാതാവേ സർജറി ഇല്ലാതെ സുഖപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉടമ്പടി തൈലം വിശ്വാസപൂർവ്വം ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ആ കഴുത്തിൻ്റെ വേദന മാതാവ് പൂർണ്ണമായും മാറ്റിക്കൊടുത്തു. പിന്നെ മൂന്നാമതായി പറയാനുള്ളത്, എൻ്റെ മകൻ ജനിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മകൻ്റെ വൃഷ്ണങ്ങൾ വലുതായിക്കൊണ്ടിരുന്നു. സാധാരണ കുഞ്ഞുങ്ങളെക്കാൾ അധികമായിട്ട് വൃഷ്ണങ്ങൾ വലുതായതുകൊണ്ട് ഞങ്ങളൊരു പീഡിയാട്രിഷനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു പീഡിയാട്രിക് സർജനെ കാണിക്കാൻ പറഞ്ഞു. കാണിച്ച സമയത്ത് ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ ഹൈഡ്രോസീൽ എന്ന് പറയുന്നൊരവസ്ഥയായിരുന്നു. വൃഷ്ണങ്ങളിൽ വെള്ളം കെട്ടി ആ വെള്ളം ഇരട്ടിയാകുന്നൊരവസ്ഥ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സർജറി ചെയ്ത് കളയേണ്ടി വരും, കാരണം ഇത് ഒരുപാട് അധികമായിട്ട് വെള്ളമുണ്ട്, സർജറി ചെയ്ത് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ വളരെയധികം വേദനിച്ചു. ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഈ നടക്കൽ ഈ കുഞ്ഞിനെ കിടത്തിയിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ അമ്മ തന്ന കുഞ്ഞാണ്, എൻ്റെ ഈ മോൻ്റെ ദേഹത്ത് കത്തി വെക്കാനുള്ള ഇടയമ്മ ഉണ്ടാക്കരുതേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ മോനെയും കൊണ്ടുപോയി. ഉടമ്പടി തൈലം വിശ്വാസപൂർവ്വം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഓരോ മാസം ചെല്ലുന്തോറും എൻ്റെ മോൻ്റെ വൃഷ്ണം
സാധാരണ പോലെ വന്നു. 6 മാസമായി പീഡിയാട്രിക് സർജനെ കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞു ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, ഈ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാതാവ് തന്ന ഒരു ഗിഫ്റ്റെന്ന് ഞാൻ പറയുന്നത് ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നെന്നാണ് ഞാൻ പറയുന്നത്. 2023 നവംബറിൽ എൻ്റെ കുഞ്ഞിന് 9 മാസം പ്രായമുള്ള സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ബ്രസ്റ്റിലൊരു ലംബ് കണ്ടു. ആ ലംബ് കണ്ട സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചത് അത് പാല് ഇങ്ങനെ കട്ടിയായിട്ടൊക്കെ നിൽക്കുന്നതായിരിക്കും, കുഴപ്പമില്ലയെന്ന് വിചാരിച്ചു. പക്ഷേ അത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ വലുതായ കണക്ക് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, അമ്മ മരിച്ചുപോയി. അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ പോയി കണ്ട സമയത്ത് ഡോക്ടർ പറഞ്ഞു FNICക്ക് എടുത്ത് നോക്കാം. അങ്ങനെ FNICക്ക് എടുത്ത് അതിൻ്റെ റിസൾട്ട് വന്നപ്പം ഡെക്ടൽ കാർസിനോമ ലെഫ്റ്റ് ബ്രസ്റ്റ് എന്ന് പറഞ്ഞാണ്, ലെഫ്റ്റ് ബ്രസ്റ്റിൽ ക്യാൻസർ ആണെന്നാണ്. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കാരണം ഫീഡിങ് ചെയ്യുന്ന സമയത്തൊന്നും ഒരിക്കലും ഇങ്ങനൊരു ക്യാൻസറിൻ്റെ സാധ്യതയില്ലെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോഴെനിക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞങ്ങളൊരു ഓങ്കോളജി ഡോക്ടറെ കണ്ടു. ഓങ്കോളജി ഡോക്ടർ പറഞ്ഞു നമുക്ക് ബയോപ്സിക്ക് എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പം ഇത് ഫാസ്റ്റായിട്ടുള്ളതും അഗ്രസീവ് ടൈപ്പായിട്ടുള്ളതുമായ ഒരു കാർസിനോമയാണ്, HER2 പോസിറ്റീവാണിത്. ഇത് മാരകമായ ഒരു മെറ്റസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അതും കൂടെ അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മാതാവിനോട് സത്യം പറഞ്ഞാൽ ഞാൻ മാതാവിൻ്റെ മുമ്പ് ഒരുപാട് കരഞ്ഞു വീട്ടിൽ. എന്തിനാണ് മാതാവേ, എനിക്കൊരു കുഞ്ഞുണ്ട്, ഞാനും എൻ്റെ അമ്മയെപ്പോലും മരണപ്പെട്ടു പോകുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിപ്പോയി എനിക്ക്. എൻ്റെ ഭർത്താവ് അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു വിഷമിക്കണ്ട, നമുക്ക് കൃപാസനത്തിൽ പോവാം, നമുക്ക് ജോസഫച്ചനെ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ധൈര്യപ്പെട്ട് വീട്ടിൽ ഇരുന്നു. ഡോക്ടർ പറഞ്ഞ് പെറ്റ് സ്കാൻ എടുത്ത് നോക്കണം, ഇത് എത്രത്തോളം ഉള്ളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ച സ്റ്റേജ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ ക്യാൻസർ നമുക്ക് സ്റ്റേജൊന്നും പറയാൻ പറ്റത്തില്ല, ഇത് ശരീരത്തിൽ വന്ന് 1-2 മാസം കൊണ്ട് ആൾ പോകുന്ന കണക്കിലുള്ള ക്യാൻസറാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടറിൻ്റെതായ ഒരു ഭാഷയിൽ ഡോക്ടർ അത് പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞ് പെറ്റ് സ്കാൻ എടുക്കേണ്ടതിൻ്റെ തലേ ദിവസം ഞങ്ങളിവിടെ വന്നു. ഞങ്ങൾ വന്നെന്ന് അച്ഛനില്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, വാതിക്കൽ നിന്ന്. അപ്പം എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛനില്ലെങ്കിൽ എന്താ, നമുക്ക് അമ്മയെ കണ്ടിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയി. പെറ്റ് സ്കാൻ്റെ റിസൾട്ട് വന്നപ്പോഴും എനിക്ക് ക്യാൻസർ തന്നെയാണ്. എൻ്റെ ബ്രസ്റ്റിലും കക്ഷത്തിലും ലിംബ് നോഡ്സിലും ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെന്നുള്ള റിസൾട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മംഗലാപുരത്ത് നിന്ന് നേരെ RCCയിലേക്ക് പോയി ഡോക്ടറെ കണ്ട് ടെസ്റ്റുകൾ ചെയ്തപ്പം ഡോക്ടറും പറഞ്ഞു, അവിടെ പറഞ്ഞ കണക്ക് തന്നെ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് 1.5 വർഷമാണ്. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആദ്യം വേണ്ടത് 8 കീമോയാണ്, പിന്നെ സർജറി വേണം, അത് കഴിഞ്ഞ് റേഡിയേഷൻ, അത് കഴിഞ്ഞ് 17 ഇഞ്ചക്ഷൻ ടാർഗറ്റഡ് തെറാപ്പി വേണമെന്ന് പറഞ്ഞ്. ഈ ടാർഗറ്റ് തെറാപ്പി എന്ന് പറയുന്നത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിനാണ്. ഞങ്ങൾ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ തലയിൽ കൈ വെച്ച് ബ്ലസ് ചെയ്ത് ഞാൻ കീമോയ്ക്ക് പോയി. അങ്ങനെ കീമോ ഒന്നാമത്തെ എടുത്തു കഴിഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്തോറും അതിൻ്റേതായ സൈഡ് എഫക്റ്റുകൾ, ശരീരത്തിൽ എവിടെയൊക്കെ സെൻസിറ്റീവ് ഭാഗങ്ങളുണ്ടോ ആ ഭാഗങ്ങൾ മൊത്തവും അടർന്നു പോകും. വായ്ക്കകം അതുപോലെ എവിടെയൊക്കെ സെൻസിറ്റീവായിട്ടുള്ള ഭാഗങ്ങളുണ്ടോ അതെല്ലാം അടർന്നു പോകും. പിന്നെ പൈൽസിൻ്റെ പ്രശ്നം, ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. കീമോ എടുത്തിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ. അങ്ങനെ ഒരുപാട് അനുഭവിച്ച് ഞാൻ കീമോ എല്ലാം പൂർത്തിയാക്കി. കീമോ പൂർത്തിയായി എൻ്റെ സർജറിയുടെ ഡേറ്റ് വന്നു. കഴിഞ്ഞ വർഷം ജൂൺ 8-ാം തീയതിയാണ് സർജറിക്ക് ഡേറ്റ് വന്നത്. സർജറിയുടെ ഡേറ്റ് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളിവിടെ ജൂൺ 5-ാം തീയതി ഞാനിവിടെ വന്നു. ജോസഫ് അച്ഛനെ കാണാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ എല്ലാവരും തലയ്ക്ക് വെച്ച് ബ്ലസ് ചെയ്ത് പോകുന്ന സമയത്ത് എനിക്ക് അച്ഛനോട് പറയണമെന്നുണ്ട്, എൻ്റെ സർജറിയാണ്. കാരണം എനിക്ക് പേടിയാണ് സർജറി. ഞാൻ ഓരോരുത്തരെ അവിടെ കണ്ടിട്ടുണ്ട് സർജറി ചെയ്തതിന് ശേഷം. അതിൻ്റെ ഒരു ഭീകരാവസ്ഥയൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട് ഞാൻ. ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണല്ലോ. അപ്പം ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് എനിക്ക് പറയണമെന്നുണ്ട്. അന്നേരം അച്ഛൻ എൻ്റെ തലയിൽ കൈ വെച്ച് ബ്ലസ് ചെയ്തിട്ട് അച്ഛൻ ഒരു പ്രാർത്ഥന പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഈ മകളെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പോകുന്ന ഡോക്ടറെയും ഇവളെ ശുശ്രൂഷിക്കാൻ പോകുന്ന നേഴ്സുമാരെയും എല്ലാം കർത്താവെ അങ്ങയുടെ തിരുരക്തം ഒഴിച്ച് കഴുകണമേ. നിൻ്റെ കൂടെ മാതാവും ഈശോയും വരുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. നിൻ്റെ ഓപ്പറേഷൻ സുഖമായി നടക്കുമെന്ന് അച്ഛൻ എൻ്റെ തലയൊക്കെ വെച്ച് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഞാൻ അച്ഛനോട് ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ ഓപ്പറേഷന് പോകാനായിട്ടാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
അന്ന് ഞാൻ അച്ഛൻ എനിക്ക് തന്ന ആ ബ്ലെസ്സിങ് എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് സന്തോഷത്തോടെ RCCയിലേക്ക് പോയി. ആ വാർഡിലുള്ള എന്നെപ്പോലുള്ള എല്ലാ രോഗികളും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഞാൻ മാത്രം സന്തോഷത്തോടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നീ എന്താ എത്ര സന്തോഷത്തോടെ ഇരിക്കുന്നത്? സർജറി അല്ലേ, നിനക്കത് ബ്രസ്റ്റ് റിമൂവ് ആക്കുമല്ലേ, നിനക്ക് 30 വയസ്സല്ലേ ഉള്ളൂ, നിനക്ക് ബ്രസ്റ്റ് റിമൂവ് ആക്കുമ്പോൾ പേടിയില്ലേ? ഞാൻ അന്നേരം എല്ലാം പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അക്രൈസ്തരായ എല്ലാ സഹോദരങ്ങളോടും പറഞ്ഞ് ഞാൻ സർജറി ചെയ്തു. എൻ്റെ സർജറി കഴിഞ്ഞുള്ള അവസ്ഥ അതികഠിനമായ വേദനയും കാര്യങ്ങളും എല്ലാം കടന്നുപോയി. സർജറി കഴിഞ്ഞ് 33ാമത്തെ ദിവസം എൻ്റെ നട്ടലിനൊരു വേദന വന്നു. ആ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല, അത്തരത്തിലുള്ളൊരു വേദനയായിരുന്നു. അങ്ങനെ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു MRI എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. MRI എടുത്ത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, സോണി ഇതിലൊരു നൊഡൂള് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ അതെന്താണെന്ന് അതിനകത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു നൊഡൂള് കാണിക്കുന്നുണ്ട്, നമുക്ക് വീണ്ടും ഒരു PET സ്കാൻ എടുത്ത് നോക്കാം. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ PET സ്കാൻ എടുക്കണ്ട, ഒരു MRI കൂടെ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അല്ല, ഇത് സ്പ്രെഡിങ് ഉണ്ടോ എന്ന് നോക്കണം, സ്റ്റേജ് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനപ്പം മാധവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ മാധവേ, ഇത് വീണ്ടും വന്നു, കാരണം ഒരു ദുരിതത്തിൽ നിന്ന് ഇങ്ങനെ കരകയറി വരുന്നതേ ഉള്ളല്ലോ, ഇനി വീണ്ടും വന്നാൽ എങ്ങനെയാണ്, എനിക്കത് സഹിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വളരെ വിഷമിച്ച് ഡോക്ടറോട് ഞാൻ പറഞ്ഞു PET സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ PET സ്കാൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചപ്പം എൻ്റെ വീട്ടിൽ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഒരു കൃപാസന മാതാവിൻ്റെ രൂപമുണ്ട്. ഞാൻ ആ രൂപത്തിൻ്റെ അടിയിൽ എഴുതി വെച്ചു, അമ്മ മാതാവേ, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഞാൻ കുറച്ച് നാൾ ജീവിച്ചോട്ടമ്മേ, അമ്മയുടെ മോൻ്റെ കൂടെ 33 വർഷം ജീവിച്ചില്ലേ, എൻ്റെ മകൻ്റെ കൂടെ ഞാനൊരു 5 വർഷം ജീവിച്ചോട്ട് മാതാവേ, എനിക്കതിൽ കൂടുതൽ വേണ്ട എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്. എന്തായാലും ഞാൻ സഹിക്കാനുള്ള കൃപ തരണേന്ന് പറഞ്ഞാണ് PET സ്കാനിന് പോയത്. PET സ്കാനിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, സോണി ഒന്നും പേടിക്കാനില്ല, ആ നൊഡൂൾ അവിടെ ഇല്ല. അതെനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. കാരണം എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഉടമ്പടി എടുത്തിട്ട് നിനക്ക് അസുഖം വന്നത്, ഉടമ്പടി എടുത്തിട്ട് നിനക്ക് എന്താണ് രോഗം വന്നത്, സഹനം വന്നതെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരോടൊക്കെ എനിക്ക് ആ രോഗസൗഖ്യം കിട്ടിയപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്കാർക്ക് സഹനം തരില്ല, നിങ്ങൾക്കൊരു പ്രശ്നവും വരില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദൈവം ഈ ഉടമ്പടി എന്ന് പറയുന്ന പ്രാർത്ഥന നമുക്ക് തന്നത് നമ്മുടെ ജീവനെ നിത്യതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അവരോടെല്ലാം ആ വചനം അച്ഛൻ പറഞ്ഞ ടോക്ക് കേൾക്കാൻ പറയും, അതിനെ സംബന്ധിച്ച വചനങ്ങൾ പറയും. പരിശുദ്ധ അമ്മേൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന അനുഗ്രഹത്തിൽ ഏറ്റവും വലുതായിരുന്നു ആ രോഗസൗഖ്യം. കാരണം അത് 100% ക്യാൻസറാണെന്ന് എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരുന്നു. അതിനുശേഷം എൻ്റെ റേഡിയേഷൻ കംപ്ലീറ്റായി, എൻ്റെ ടാർഗറ്റഡ് തെറാപ്പി ഇഞ്ചക്ഷൻ 17 കംപ്ലീറ്റായി. ഇനി എനിക്ക് ഫസ്റ്റ് ചെക്കപ്പിനായിട്ട് പോകേണ്ടത് അടുത്ത മാസം 8-ാം തീയതിയാണ്. പരിശുദ്ധ അമ്മയും ഈശോയും എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തിട്ടുള്ളത്, എന്നെപ്പോലെ അസുഖമുള്ള ആൾക്കാരുടെ അടുത്താണ് ഞാൻ കൂടുതലും മാതാവിനെ പറ്റി പറഞ്ഞത്. അതിൻ്റെ ഫലമായിട്ട് അക്രൈസ്തരായ സഹോദരങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന പത്രം ഓരോരുത്തർക്ക് കൊടുക്കും. എന്നെക്കൊണ്ട് സാധിക്കുന്ന കണക്ക് ഞാൻ ഫുഡ് വാങ്ങിക്കൊടുക്കും. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കണക്ക് മറ്റുള്ളവരെ സഹായിക്കും. ഇതൊക്കെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ കുടുംബത്തിന് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു.